നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ? ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ? നിങ്ങളിൽ ചിലർ ഒരുപക്ഷേ ഞാൻ രണ്ടാമത് പറഞ്ഞതും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഒച്ചയിലേ കേട്ടിട്ടുണ്ടാവൂ. പലപ്പോഴായി നിങ്ങൾ സ്വയം അറിയാതെ തന്നെ ഉണ്ടായ കേൾവി തകരാറുകൾ കൊണ്ടാവാം. ഇതെങ്ങനെ ഒഴിവാക്കാമെന്നറിയണ്ടേ? വരൂ. കുഞ്ഞുങ്ങളുടെ ചെവിയുടെ സംരക്ഷണത്തെപ്പറ്റിയുള്ള ആദ്യ പാഠം. കിടത്തി പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ തല ഉയർത്തിവെക്കണം. ഇല്ലെങ്കിൽ പാൽ ചെവിക്കുള്ളിലെത്തി പഴുപ്പ് കിട്ടുന്നതിനും ചെവി വേദനയ്ക്കും കാരണമാകും. കുറച്ചുകൂടി മുതിർന്നാൽ പിന്നെ ഇവർ കയ്യിൽ കിട്ടിയ പേനയോ പെൻസിലോ സേഫ്റ്റി പിന്നോ ഒക്കെയോ ചെവിയിലിടാൻ ശ്രമിച്ചേക്കും. അത് അപകടമുണ്ടാക്കുകയും ചെയ്യും. മുതിർന്നവരായാലും കുട്ടികളായാലും മൂർച്ചയുള്ള ഉപകരണമോ ബഡ്സോ തുടങ്ങി ഒന്നും തന്നെ ചെവിയിലിടരുത്. ആവശ്യമെങ്കിൽ തൂവാലയോ പഞ്ഞിയോ ഉപയോഗിച്ച് പുറംഭാഗം വൃത്തിയാക്കിയാൽ മതി. എണ്ണയോ മറ്റ് ദ്രാവകമോ ആയാലും ശരി, ചെവിക്കുള്ളിൽ ഇവ ഒഴിക്കുന്നത് അണുബാധയുണ്ടാക്കും. ഒന്ന് പതുക്കെ. കണ്ടോ, ശബ്ദം അധികമായാലും പ്രശ്നമാണ്. പടക്കം പൊട്ടുമ്പോഴുള്ള അമിത ശബ്ദവും ഉച്ചഭാഷണിയിലൂടെയുള്ള അമിത ശബ്ദവും കേൾവിക്കുറവുണ്ടാക്കും. കേൾവിശക്തി വളരെ കരുതലോടെ പരിപാലിക്കേണ്ടതാണ്. ഇത്ര ശക്തിയിൽ മൂക്ക് ചീറ്റുന്നത് ചെവിക്കുള്ളിലേക്ക് കഫം കയറുന്നതിനിടയാക്കും. ഇത് ചെവിയിൽ പഴുപ്പുണ്ടാക്കും. പിന്നീട് കേൾവിക്കുറവിന് കാരണമായേക്കാം. ചെവിയിൽ നിന്നും ഇടയ്ക്കിടെ പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കർണപടത്തിൽ ചെറിയ സുഷിരം വീണതിനാലാവാം അത്. തുടക്കത്തിലെ തന്നെ രോഗം നിർണയിച്ചാൽ ചികിത്സയും ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയയും ചെയ്ത് ഇത് പരിഹരിക്കാം. ചെവിയുടെ സംരക്ഷണത്തിലും വേണം കരുതൽ. കാതടച്ച് ശക്തിയോടെയുള്ള പ്രഹരമേൽക്കുന്നത് കേൾവിയെ ബാധിക്കപ്പെടുമെന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാഴ്ചശക്തി പോലെ തന്നെ അമൂല്യമാണ് കേൾവിശക്തിയും. അതുകൊണ്ടുതന്നെ ചെവിയുടെ ശരിയായ സംരക്ഷണത്തിനു വേണ്ട പ്രാധാന്യം നൽകണം. വേദന അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടേണ്ടതാണ്. ഓർക്കുക, ചെവിയുടെ സംരക്ഷണം ചെറിയ കാര്യമല്ല. പൊതുജനാരോഗ്യാർത്ഥം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭദ്രതാ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി നൽകുന്ന സന്ദേശം.